ഹായ് ഫ്രണ്ട്സ്, സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ. രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് അവിടുത്തെ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ മാനുഫാക്ചറിങ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് അന്തിമ ഉൽപ്പന്നങ്ങളുടെ മാനുഫാക്ചറിങ് ആണ് ഈ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഈ മാനുഫാക്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള രീതിയിലേക്കുള്ള പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ്. അതായത് റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്തിട്ട് വാല്യുബിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മാനുഫാക്ചറിങ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസും ലേബറും അതുപോലെ മാർക്കറ്റ് ഫെസിലിറ്റി ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് അവൈലബിൾ ആണ്. സോ ഇന്ത്യയിൽ റോ മെറ്റീരിയൽസിൻ്റെയും അതിൻ്റെ സൈസിൻ്റെയും ഓണർഷിപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രീസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിൻ്റെ എവല്യൂഷൻ നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യകാല വ്യവസായങ്ങൾ. സോ ആദ്യകാലത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ പറയുന്നത് ഒന്ന് സിൽക്ക് ഗുഡ്സിൻ്റെ, മറ്റൊന്ന് മസ്ലിൻ കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കോട്ടനാണ് മസ്ലിൻ. അതോടൊപ്പം ആർട്ടിസ്റ്റിക് പോട്ടറി, നമ്മൾ ഈ മൺപാത്രങ്ങളിലൊക്കെയുള്ള ചിത്രകല, അതോടൊപ്പം ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്. സോ ഇതൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ട് കോട്ടേജ് ഇൻഡസ്ട്രി അതുപോലെ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി ഇതിൻ്റെയൊക്കെ ലോക്കൽ എക്കണോമിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യകാലത്ത് വ്യവസായങ്ങൾ വന്നത്. പിന്നീട് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എത്തുകയാണ്. സോ അവരുടെ വരവോടുകൂടി ഇന്ത്യയിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ അത് സാരമായിട്ട് ബാധിക്കുകയാണ്. പിന്നീട് ഈ ബ്രിട്ടീഷ് ആഗമനത്തിലൂടെ ഇന്ത്യക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ബ്രിട്ടനിലേക്ക് അവർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കച്ചവടം നടത്താൻ തുടങ്ങി. അപ്പം മൊത്തത്തിൽ ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് താറുമാറായി. നമ്മളുടെ ലോക്കലായിട്ടുള്ള പീപ്പിളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്രമേണ ഇല്ലാതാവാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിന്റെ ഒരു വലിയ കോളനി ആയിട്ട് മാറണം. റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യും, അതിലും അവർക്ക് ലാഭമാണ്. എന്നിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്യുന്നത് വഴിയും അവർക്ക് ലാഭം. മൊത്തത്തിൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ അവർ നന്നായിട്ട് പഠിച്ചു. സോ ഇത് ഇന്ത്യയിലുള്ള ഹാൻഡിക്രാഫ്റ്റ് മേഖലയെയും അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തെയൊക്കെ തന്നെ ലാർജ് ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അവരുടെ പ്രൊഡക്ഷൻ വല്ലാതെ കുറയാൻ കാരണമാകും. ഇനി ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രീസിന്റെ എമർജൻസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ 1854 ശേഷമാണ് പ്രധാനമായിട്ടും ഇങ്ങനെയൊരു ആധുനികവൽക്കരണം വ്യവസായത്തിന്റെ മേഖലയിൽ ഉണ്ടാവുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് 1854 ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള കോട്ടൺ ആൻഡ് ജൂട്ട് മിൽസ് ആണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ, വേറെ മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെയാണ്. സോ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഈ കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ കോട്ടൺ മില്ല് സ്ഥാപിതമാകുന്നത് മുംബൈയിലാണ്. 1854 അതേ വർഷം തന്നെ കൊൽക്കത്തയിലുള്ള റിഷറയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് ചണ മില്ല് സ്ഥാപിക്കുന്നു. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി വരുന്നത്. അത് ബംഗാൾ അയൺ വർക്ക്സ് ലിമിറ്റഡ് ആണ്. എന്നാൽ അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൂട്ടി പോവുകയാണ്. 7 വർഷം കഴിയുമ്പോൾ 1881 അത് പൂട്ടി പോവുകയാണ്. ഇന്ത്യയിൽ ശരിക്കും ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന്റെ തുടക്കം എന്ന് പറയുന്നത് ജംഷഡ്ജി ടാറ്റ എന്തുകൊണ്ടുവരുമ്പോഴാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിക്കുന്നതോട് കൂടിയിട്ടാണ്. അത് 1907 നോക്കി വെക്കണേ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത് 1907. മറ്റ് മോഡേൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മില്ല് 1870 ബാലിഗഞ്ചിൽ സ്ഥാപിതമാകുന്നു. അതോടൊപ്പം തന്നെ കാൺപൂരിലുള്ള ലാൽ ഇംലി എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ വൂളൻ ടെക്സ്റ്റൈൽ മില്ല് വരികയാണ്. കമ്പിളി വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മില്ല് 1876 വരികയാണ്. ഇങ്ങനത്തെ മില്ലുകളും ഇൻഡസ്ട്രീസ് ഒക്കെ സ്ഥാപിക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ വ്യവസായത്തിൽ മോഡേണൈസേഷന്റെ പ്രവണത വന്നു തുടങ്ങുന്നത്. ഇനി ഇന്ത്യയിലെ ഈ ആധുനിക ഇൻഡസ്ട്രീസിന്റെ വളർച്ചയെക്കുറിച്ച് നോക്കാം. അതിനെ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്.
അവിടുത്തെ പ്രധാന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ 1955 കൊൽക്കത്തയ്ക്കടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ കോട്ടൺ മില്ല് സ്ഥാപിക്കുന്നു. ഇത് മറ്റ് ഇൻഡസ്ട്രീസിനൊക്കെ തന്നെ ഒരു ഇനീഷ്യൽ ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധ സമയത്താണ്. ഇവിടെ എന്താ വെച്ചാൽ ഈ ആംഡ് ഫോഴ്സസിലൊക്കെ വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഇന്ത്യക്ക് ആ സമയത്ത് കോട്ടൺ ടെക്സ്റ്റൈൽസും വൂളൻ ടെക്സ്റ്റൈൽസും മറ്റ് ഗുഡ്സ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് വളർച്ചയുടെ മറ്റൊരു ഘട്ടമാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പുതിയ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ തുടങ്ങി. പുതിയ ഫാക്ടറി സെറ്റപ്പ് ലൈക്ക് ഹെവി കെമിക്കൽസ് ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇന്ത്യയിൽ ഡെവലപ്ഡ് ആവാൻ തുടങ്ങിയ സ്റ്റേജാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർട്ടീഷൻ സമയം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് ഈ കോട്ടൺ ആൻഡ് ജൂട്ട് ഇതിന്റെയൊക്കെ കൃഷി നടന്നുകൊണ്ടിരുന്ന മേജർ ഏരിയാസ് പാകിസ്ഥാന് കിട്ടി. അതോടൊപ്പം തന്നെ സ്കിൽഡ് ആയിട്ടുള്ള കുറെ ലേബേഴ്സിനെ നമുക്ക് നഷ്ടപ്പെട്ടു, അവർ പാകിസ്ഥാനിലേക്ക് കുടിയേറി. ഇതും ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യാവസായിക നയം ആദ്യമായിട്ട് നടപ്പിലാക്കിയ 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ മിക്സഡ് എക്കണോമി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇൻഡസ്ട്രീസിനെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ലേറ്റർ ആയിട്ട് നടന്നതാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആവിർഭാവം. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വരുന്നത്. അതോടുകൂടി തന്നെ ഇന്ത്യയിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും ഗൈഡ് ലൈൻ ഒക്കെ കിട്ടിത്തുടങ്ങി. ഇങ്ങനെ ഈ പ്ലാനിംഗ് കമ്മീഷൻ വന്നതോടുകൂടി 1951 മുതൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി. 2012 വരെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ 12 പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രി ഫീൽഡിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്നാണ്. ഇതിൽ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും നന്നായി പഠിച്ചു പോവുക. ആദ്യത്തെ 2 പ്ലാനിങ് അത് ഓർഡറിൽ തന്നെയാണ് IOS വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിയുമ്പോൾ 3 വർഷത്തെ ബ്രേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ ഒരു ബ്രേക്ക് വരുന്നത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിയുമ്പോഴാണ്. അവിടെ ഒരു 2 years ബ്രേക്ക് ഉണ്ട്. 78 തൊട്ട് 80 വരെയാണ് അവിടെ ആനുവൽ പ്ലാനുള്ള ബ്രേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ 7th 5-year പ്ലാൻ കഴിയുമ്പോഴും ഒരു 2 വർഷത്തെ ബ്രേക്ക് ഉണ്ട്. 8ാം പഞ്ചവത്സര പദ്ധതിക്ക് ഇടയിൽ 2 വർഷത്തെ ഒരു കാലതാമസം എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഓർഡറിലാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. അത് കൃഷിക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽസ്, ഷുഗർ, സിമന്റ്, പേപ്പർ ഈ ഇൻഡസ്ട്രീസിനൊക്കെ തന്നെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയിൽ. 2ാമത്തെ പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്. വ്യവസായത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു 2ാമത്തേത്. ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ് എന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 3 അയൺ സ്റ്റീൽ പ്ലാന്റുകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്ന് പറയുന്നത്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലും, റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയിലും, ഭിലായ് എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടി ഛത്തീസ്ഗഡിലും പ്ലേസ്ഡ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ്സ് ആണ്. ഇനി 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തോടു കൂടി സ്റ്റീല്, കെമിക്കൽസ്, പവർ, മെഷീൻ ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് ഇതിന്റെയൊക്കെ തന്നെ എക്സ്പാൻഷന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. 4ാം പഞ്ചവത്സര പദ്ധതി നോക്കുകയാണെങ്കിൽ അത് മെയിനായിട്ടും അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പഞ്ചവത്സര പദ്ധതി ആയിരുന്നു. അലുമിനിയം, പെട്രോളിയം റിഫൈനിങ്, ഇലക്ട്രോണിക്സ് ഈ മേഖലകളിലും വളർച്ച നോട്ട് ചെയ്തിട്ടുള്ള കാലഘട്ടമായിരുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി നോക്കുകയാണെങ്കിൽ കോർ ഇൻഡസ്ട്രീസ് ആൻഡ് അതിന്റെ എക്സ്പോർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിൽ എന്നറിയപ്പെടുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെയിലിന്റെ സ്ഥാപനം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. അതോടൊപ്പം തന്നെ സേലം, വിശാഖപട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ സ്റ്റീൽ പ്ലാന്റുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ് കാലഘട്ടം. ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ ആണ്. അതായത് വ്യാവസായിക മേഖലയിൽ ഉദാരവൽക്കരണം കൊണ്ടുവന്ന ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. പെട്രോ കെമിക്കൽ മേഖലയിൽ, ഓട്ടോമൊബൈൽസിൽ, അതുപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് മേഖലകളിലൊക്കെ തന്നെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അടുത്തത് 7th 5-year പ്ലാൻ ആണ്. ഹൈടെക് അതുപോലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ NEP നടപ്പിലാക്കുന്നത്. അതുവഴി ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ കൂടുതലാകുന്നുണ്ട്. ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാനും ഈ 8th 5-year പ്ലാൻ വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത പറഞ്ഞത് 9th 5-year പ്ലാൻ ആണ്.
അതൊരു അൺഈവൻ ആയിട്ടുള്ള ഗ്രോത്ത് ഫേസ് ആയിരുന്നു. പിന്നെ കോള്, ഓയിൽ, ഇലക്ട്രിസിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഈ മേഖലകളിലൊക്കെ തന്നെ ഫോക്കസ് കൊടുത്തിട്ടുള്ളതായിരുന്നു 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2002 മുതൽ 2007 വരെയായിരുന്നു ഇതിന്റെ കാലഘട്ടം. മോഡേണൈസേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിനും വേണ്ടിയിട്ട് പ്രത്യേക ഇൻഡസ്ട്രിയൽ പാക്കേജുകൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 10ാമത്തേത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അതായത് സമഗ്ര ജനവിഭാഗങ്ങളുടെയും മൊത്തത്തിലുള്ള വികസനം. അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയ മേഖലകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അവസാനത്തെ 5 ഇയർ പ്ലാൻ ആണ് 12th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 8.2% വളർച്ച ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. 10% മാനുഫാക്ചറിങ് ഗ്രോത്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചവത്സര പദ്ധതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം 2012 നീതി ആയോഗ് സ്ഥാപിച്ചിട്ട് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി തന്നെ എടുത്തു കളയുകയാണ്. അതോടുകൂടി 5 ഇയർ പ്ലാൻസ് ഇന്ത്യയിൽ ഇല്ലാതായി. മുൻതൂക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിനെ കുറിച്ച് നോക്കാം. ധോളവീര, സാനന്ദ്, മോരിഗോൺ, ആസാം ഈ പ്രദേശങ്ങളിലാണ് മെയിനായിട്ടും ഇങ്ങനത്തെ റിഫൈനറീസ് ഒക്കെ ഉള്ളത്. സ്കിൽഡ് ലേബേഴ്സിന്റെ പ്രസൻസ്, അതുപോലെ അൾട്രാ ക്ലീൻ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റേബിൾ ആയിട്ടുള്ള പവർ ആൻഡ് വാട്ടർ സപ്ലൈ, പോളിസി ഇൻസെന്റീവ്സ് ഒക്കെ തന്നെ ഈ മേഖലയിലേക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഫാക്ടേഴ്സ് ആണ്. പിന്നെ സപ്ലൈ ചെയിനിലുള്ള കൂടുതൽ ഡിപ്പെൻഡൻസ്, അതുപോലെ തന്നെ ഹൈ ക്യാപിറ്റൽ കോസ്റ്റും പിന്നെ വാട്ടർ എനർജിയുടെ ആവശ്യം അധികമാണ്. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ്. സെമി കണ്ടക്ടർ മിഷൻ അത് ഏകദേശം 1.26 ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ PLI സ്കീം, ബൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഒക്കെ തന്നെ ഇത് ഗവൺമെന്റ് ഫീൽഡിൽ നിന്നും സെമി കണ്ടക്ടർ മേഖലയിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. അടുത്തത് ഷുഗർ ഫീൽഡ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഉത്പാദിപ്പിക്കുന്നത് UP-യിലാണ്. അത് ഗംഗ, യമുന, ഡോബ് റീജിയനിലൊക്കെയാണ്. പിന്നെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലും പഞ്ചസാര ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഷുഗർ കെയിൻ ഫീൽഡുകളോടുള്ള സാമ്യത, അതോടൊപ്പം ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ലേബർ, ബാഗേജ്, എനർജി എന്നൊക്കെ പറയുന്നത് ഈ മേഖലകളിലേക്ക് ആൾക്കാരെ കൂടുതലായിട്ട് അടുപ്പിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഈൽഡ് വളരെ കുറവായിരിക്കും. അതുപോലെ ക്രഷിംഗ് സീസൺ എന്ന് പറയുന്നത് ചെറിയൊരു ഷോർട്ട് പീരീഡ് ആണ്. പിന്നെ FRP വേഴ്സസ് SAP കോൺഫ്ലിക്റ്റ് ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഫാമേഴ്സിനുള്ള അരിയേഴ്സ് ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ് 20% ടാർഗറ്റ് സ്കീം, ഷുഗർ ഡെവലപ്മെന്റ് ഫണ്ട്, SSI, രംഗരാജൻ റീഫോംസ് ഒക്കെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പദ്ധതികളാണ്. കോട്ടൺ ടെക്സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ അറിയാലോ മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, ലേബർ, പവർ, പോർട്ട് ആക്സസ്, ഹ്യൂമിഡ് ക്ലൈമറ്റ് ഒക്കെ തന്നെ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എന്നാൽ വിയറ്റ്നാം, ചൈന പോലുള്ള രാജ്യങ്ങളായിട്ടുള്ള ഗ്ലോബൽ കോമ്പറ്റീഷനും അതോടൊപ്പം തന്നെ മെഷീനറിയുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനവും മൺസൂണിനുള്ള ഡിപ്പെൻഡൻസ് ഒക്കെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് വരും. മിത്ര പാർക്ക്, സമർത്ഥ് സ്കീം, MAI സ്കീം ഒക്കെ തന്നെ ഈ കോട്ടൺ ടെക്സ്റ്റൈൽ മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അടുത്തതാണ് ടീ മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആസാമിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്ന ആസാമാണ്. നെക്സ്റ്റ് വെസ്റ്റ് ബംഗാൾ, പിന്നെ തമിഴ്നാട്, കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലും തേയില ഉൽപ്പാദനം കാണുന്നുണ്ട്. ഹൈ റെയിൻഫോൾ ഇതിന് അത്യാവശ്യമാണ്. പിന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും ആസിഡിക് സോയിലും തേയില കൃഷിക്ക് അനുയോജ്യമായിട്ട് വേണ്ടതാണ്. ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ ക്ലൈമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കെനിയ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളായിട്ടുള്ള നമ്മളുടെ മത്സരം, അതോടൊപ്പം ലേബർ ഇഷ്യൂസും ഈ ടീന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ടീ ബോർഡ് സ്കീംസ് ഉണ്ട്, ODOP പോലുള്ള പദ്ധതികൾ, എക്സ്പോർട്ട് പ്രൊമോഷൻ ഒക്കെയാണ്. അത് നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത കോഫി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് കർണാടക, കേരള, തമിഴ്നാട് ഈ ഭാഗങ്ങളിൽ മാത്രം സദൺ റീജിയനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഷെയ്ഡ് ഗ്രോൺ ആയിട്ടുള്ള റീജിയനാണ് ഇവിടെയൊക്കെ. അതോടൊപ്പം തന്നെ ഹൈറ്റ് വേണം, 600 മുതൽ 1600 മീറ്റർ വരെയുള്ള ആൾട്ടിറ്റ്യൂഡും ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും ഇതിന് അത്യാവശ്യമാണ്. ഈ പ്രൈസിലുള്ള വോൾട്ടാലിറ്റി, അതുപോലെ തന്നെ ഹോൾഡിങ്ങിലുള്ള കുറവും ലേബർ ഷോർട്ടേജ് ഒക്കെ തന്നെ കോഫി പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കോഫി ബോർഡ്, ഇന്റഗ്രേറ്റഡ് കോഫി ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഒക്കെ പ്രസൻസോടുകൂടി ഈ മേഖലകളുടെ ഉന്നമനത്തിന് ഗവൺമെന്റിന്റെ രീതിയിൽ നിന്ന് വന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. റബ്ബർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. തമിഴ്നാട്, കർണാടക, ത്രിപുര, ആസാം തുടങ്ങിയ റീജിയൻസിലും കുറച്ച് റബ്ബർ കൾട്ടിവേഷൻ കാണപ്പെടുന്നുണ്ട്. വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റും ലാറ്ററൈറ്റ് സോയിലും ഇതിന് അത്യാവശ്യമാണ്. സ്കിൽഡ് ലേബേഴ്സും ആവശ്യമാണ്. എന്നാൽ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ ഈ മേഖലയിലെ കോമ്പറ്റീഷനും കൂടുതലാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഇതിന് അൺഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട്. നാഷണൽ റബ്ബർ ബോർഡ് പോളിസി 2019 റബ്ബർ പ്ലാന്റേഷൻ ഡെവലപ്മെന്റ് സ്കീം തുടങ്ങിയവ ഈ മേഖലകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് ആണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ആണ്. ഫാർമസ്യൂട്ടിക്കൽ മെയിനായിട്ട് ഇന്ത്യയിൽ
ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹൈദരാബാദ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളാണ്. സ്കിൽഡ് ലേബേഴ്സും ഫാർമസ്യൂട്ടിക്കൽ പ്രോക്സിമിറ്റി, അതോടൊപ്പം 100% FTA, പോർട്ട് ആക്സസ് ഒക്കെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. എന്നാൽ API ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്, നമുക്ക് ചൈനയായിട്ട് ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ടെക് ഗ്യാപ്പ് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. IT ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ്. ഈ ഭാഗത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ PLI for APIs, പിന്നെ ബൾക്ക് ഡ്രഗ് പാർക്സ്, നാഷണൽ ബയോഫാർമ മിഷൻ ഒക്കെ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഡൽഹി, NCR, മുംബൈ, പൂനെ, ചെന്നൈ, കൊൽക്കത്ത ക്ലസ്റ്റർ റീജിയൻസിലാണ് കൂടുതലായിട്ടുള്ളത്. സ്റ്റീലിനുള്ള പ്രോക്സിമിറ്റി, പോർട്സിന്റെ അവൈലബിലിറ്റി, അർബൻ മാർക്കറ്റ്സ്, സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എമിഷൻ നോംസ്, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്, R&D ലാഗ് ഒക്കെ തന്നെയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫീൽഡിലുള്ള ലാഗും ഇത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. ഫെയിം എന്ന് പറയുന്ന സ്കീം, AMP 2026 എന്ന് പറയുന്ന സ്കീം, ഓട്ടോ PLA സ്കീം ഒക്കെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിന്റെ പേരുകളാണ്. അത് നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ റീജിയൻ ആണ്. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി മെയിൻ ആയിട്ടുള്ളത് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഓയിൽ റിഫൈനറീസിന്റെ അടുത്തായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൾ മൈൻസിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈൻസിന്റെ, കൺസ്യൂമർ സെന്റേഴ്സിന്റെ ഒക്കെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ ഈ ഫെർട്ടിലൈസേഷൻ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ റോ മെറ്റീരിയൽസിനോടുള്ള ഡിപ്പെൻഡൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ സബ്സിഡി ബേർഡൻസും എൻവയോൺമെന്റൽ കൺസേൺസും പാരിസ്ഥിതികമായിട്ടുള്ള ആശങ്കകളൊക്കെ ഈ ഫെർട്ടിലൈസർ റീജിയൻ, ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് ഫെർട്ടിലൈസർ സബ്സിഡി റീഫോംസ്, ഗ്യാസ് പൈപ്പ് ലൈൻ എക്സ്പാൻഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ തുടങ്ങിയവ. ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ജൂട്ടാണ്. ചണ വ്യവസായം ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്, ഹൂഗ്ലി തീരത്ത്, പിന്നെ ആന്ധ്രാപ്രദേശിലും കുറച്ച് കാണപ്പെടുന്നുണ്ട്. ഇതിന് ഡെൽറ്റൈക് സോയിൽ അത്യാവശ്യമാണ്. പിന്നെ ഹൂഗ്ലി റിവർ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്ഫുൾ ആണ്. കൊൽക്കത്ത പോർട്ട്, ലേബർ സപ്ലൈ ഒക്കെ തന്നെ ഈ കൃഷിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക്സ്, അതുപോലെ ഒബ്സൊലേറ്റ് ടെക് മേഖലകളായിട്ടുള്ള കോമ്പറ്റീഷൻ, പിന്നെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറവ്, ഇതൊക്കെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം ജൂട്ട് പാക്കേജിംഗ് നോംസും ജൂട്ട് ഡൈവേഴ്സിഫിക്കേഷൻ സ്കീമും ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിന്റെ ഡിവിഷൻ നോക്കാം. സോഴ്സ് ഓഫ് റോ മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രീസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്, കാർഷിക അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ. മറ്റൊന്ന് മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്, അതിപ്പോൾ ഈ അയൺ, കോള് അങ്ങനത്തെ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മറൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്, മറൈൻ സോഴ്സിൽ നിന്നുള്ള വ്യവസായങ്ങൾ. ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ആണ്. അടുത്തെന്ന് പറയുന്നത് ബേസിസ് ഓഫ് സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള വ്യവസായങ്ങൾ. ഈ വ്യവസായങ്ങളെ മൊത്തത്തിൽ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലും, വൻകിട വ്യവസായങ്ങളെന്നും ചെറുകിട വ്യവസായങ്ങളെന്നും. അടുത്തത് ഓണർഷിപ്പിന്റെ ബേസിലുള്ള 4 ഇൻഡസ്ട്രീസിന്റെ ഡിവിഷൻ ആണ്. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ ആൻഡ് കോർപ്പറേറ്റീവ് സെക്ടർ. അറിയാലോ, പൊതുമേഖല, സ്വകാര്യ മേഖല, ജോയിന്റ് സെക്ടർ, അതുപോലെ സഹകരണ മേഖല. ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസ് ഒരു പ്രത്യേക മേഖലയിൽ കേന്ദ്രീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി ആണ്. ഇപ്പോൾ കോള് കിട്ടുന്ന ഒരു പ്രദേശത്ത് നമുക്ക് ഒരു കൽക്കരി ഖനി സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൂടുതലുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് പവർ റിസോഴ്സ് ആണ്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്. ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിന്റെ അവൈലബിലിറ്റിയും ഒരു ഇൻഡസ്ട്രിയെ അതിനെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മറ്റൊന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, പിന്നെ ക്യാപിറ്റൽ കൂടുതൽ കിട്ടുന്ന പ്ലേസസ്, ലേബർ കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പോളിസീസിൽ അയവുള്ള പ്രദേശങ്ങൾ. ഈ മേഖലകളിലൊക്കെ ആയിട്ട് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയെ ഫേവറബിൾ ചെയ്യുന്ന ഫിസിക്കൽ, എക്കണോമിക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു ജോഗ്രഫിക് ഏരിയയാണ്. അവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസും
ഒരു ക്ലസ്റ്റർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇന്ത്യയിലെ മുംബൈ പോലുള്ള പ്രദേശം, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട്, ഈ വാളയാർ, കഞ്ചിക്കോട് ഭാഗങ്ങൾ, മൊത്തത്തിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് അവിടെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടാവും. അവിടെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് കൂടുതലായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് ഒരു നിശ്ചിത പ്രദേശത്ത്, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇത് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് മാറും ഈ ഇൻഡസ്ട്രിയൽ റീജിയന്റെ പ്രസന്റ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ഉണ്ടാവണമെങ്കിൽ അതിന് കുറച്ച് ഫാക്ടേഴ്സ് കാരണമായിട്ട് വരും. അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിലിറ്റി ഓഫ് മിനറൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോർട്സിലേക്കുള്ള ഒരു പ്രോക്സിമിറ്റി, അതിന്റെ സാമീപ്യം, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിലുള്ള ഡെവലപ്മെന്റ്, ലേബർ കൂടുതലായിട്ട് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പോളിസീസിന് കിട്ടുന്ന സപ്പോർട്ട്, ഇതൊക്കെ തന്നെ ഒരു പ്രദേശത്തെ ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ആക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ റീജിയൻസിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനത്തെ ഏരിയയിൽ പോപ്പുലേഷൻ പൊതുവെ കൂടുതലായിരിക്കും, ജനസാന്ദ്രത തിങ്ങിപ്പാർക്കുന്ന റീജിയൻസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ആക്സസ് ടു ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആ പ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും. ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ അവ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടിംഗ് നെറ്റ്വർക്കും ആ പ്രദേശത്ത് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം സബ്സിഡിയറി ഇൻഡസ്ട്രീസ് കൂടെ ആ പ്രദേശങ്ങളിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ലേബർ സപ്ലൈ ആയിക്കോട്ടെ, ഈ മാർക്കറ്റിന്റെ കാര്യം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ഇൻഡസ്ട്രിയൽ റീജിയൻസിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ റീജിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അവിടുത്തെ ആ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ആദ്യത്തേത് മുംബൈ പൂനെ ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. മുംബൈ, താനെ, പൂനെ ബെൽറ്റ് റീജിയനിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാവാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് മോയ്സ്റ്റ് ക്ലൈമറ്റ്. അത് കോട്ടൺ പ്രൊഡക്ഷന് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. അറിയാലേ, നമ്മൾ എന്താ മുംബൈ പോർട്ടിനെ പറയുക, ഇന്ത്യയുടെ പരുത്തി തുറമുഖം, അല്ലെങ്കിൽ കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നാണ് മുംബൈ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈ പോർട്ട് വഴിയാണ്. പിന്നെ സൂയിസ് കനാലിന്റെ പ്രസൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ള ഹൈഡ്രോ പവറിന്റെ പ്രസൻസ്, അതോടൊപ്പം മുംബൈ ഓയിൽ ഫീൽഡിന്റെ ആ ഒരു പ്രസൻസും, പിന്നെ താരാപൂർ റിഫൈനറി, ഇതൊക്കെ തന്നെ ഇതൊരു ഇൻഡസ്ട്രിയൽ റീജിയൻ ആയിട്ട് മാറാൻ കോസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽസ്, പെട്രോളിയം റിഫൈനറിംഗ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസേഴ്സ്, ഷിപ്പ് ബിൽഡിംഗ്, സോഫ്റ്റ്വെയർ, ഫിനാൻസ് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മുംബൈ, പൂനെ, താനെ, നാസിക്, സോലാപൂർ, ഔറംഗാബാദ് തുടങ്ങിയ പ്രദേശങ്ങൾ. അടുത്തത് ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. അത് അഹമ്മദാബാദ്, വഡോദര ടു സൂററ്റ് ആൻഡ് ജാംനഗറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജിയൻ ആണ്. കോട്ടൺ ടെക്സ്റ്റൈൽസ്, പിന്നെ ഓയിൽ ഫീൽഡ്സ്, അങ്കലേശ്വർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് അങ്കലേശ്വർ. പിന്നെ കൊയാലി റിഫൈനറി, കാണ്ഡല പോർട്ട്, ഇതൊക്കെ തന്നെ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ആയിട്ട് വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഡൈസ്, ഡയറി, എഞ്ചിനീയറിംഗ്, ഈ ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് ഈ റീജിയനിൽ കാണാനായിട്ട് സാധിക്കും. അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, ജാംനഗർ, ഭറൂച്ച്, ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഗുജറാത്ത് റീജിയൻ ഉള്ളത്. അടുത്ത പറയുന്നത് ഹൂഗ്ലി ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. ഹൂഗ്ലി നദി കേന്ദ്രീകരിച്ചിട്ടാണ് ഇതുള്ളത്. വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്തയിലെ റിവർ പോർട്ട്, അതോടൊപ്പം തന്നെ കോൾ, ദാമോദർ വാലിയിലുള്ള കൽക്കരി നിക്ഷേപം, ചോട്ടനാഗ്പൂരിലുള്ള അയൺ കണ്ടന്റ്, പിന്നെ ടീ ആൻഡ് ജൂട്ട്, ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ തന്നെ ഈ മേഖലയെ ഒരു ഇൻഡസ്ട്രി ആക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജൂട്ട്, കോട്ടൺ ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ്, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഇതിന്റെയൊക്കെ വ്യവസായശാലകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൊൽക്കത്ത, ഹൗറ, ഹാൽദിയ, സെറാംപൂർ, ഋഷിറ തുടങ്ങിയ മേഖലകളായിട്ടാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ചോട്ടനാഗ്പൂർ ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. ഝാർഖണ്ഡ്, പിന്നെ നോർത്തേൺ ഒഡീഷ, വെസ്റ്റേൺ ബംഗാൾ ഭാഗങ്ങളായിട്ടാണ് ഇത് ഉള്ളത്. കോൾ ആൻഡ് മിനറൽ ഡെപ്പോസിറ്റ്സ് ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെർമൽ ആൻഡ് ഹൈഡ്രോ പവർ എനർജി ഉണ്ട്. മാർക്കറ്റ് നിയർ ബൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ്. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഹെവി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി, സിമെന്റ്, ഫെർട്ടിലൈസേഴ്സ്, മെഷീൻ ടൂൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രദേശങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ബാംഗ്ലൂർ, ചെന്നൈ ഇൻഡസ്ട്രി റീജിയൻ ആകുമ്പോൾ അത് ബാംഗ്ലൂർ, ചെന്നൈ ലൊക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. പൈക്ര ഹൈഡ്രോ പ്ലാന്റ്, കോട്ടൺ റീജിയൻ, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന്റെ അവൈലബിൾ, അതൊക്കെ ബാംഗ്ലൂരിൽ ഒരുപാട് അധികമാണ്. ചെന്നൈ പോർട്ടിന്റെ പ്രസൻസ്, ഇതൊക്കെ ഈ ബാംഗ്ലൂർ, ചെന്നൈ റീജിയൻ ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, IT, ഇലക്ട്രോണിക്സ്, മെഷീൻ ടൂൾസ്, ഇതൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ വിശാഖപട്ടണം, ഗുണ്ടൂർ ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. അത് ഈ പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത്. 18 പോർട്സിന്റെ പ്രസൻസ്, അതോടൊപ്പം മിനറൽ റിച്ച് ആയിട്ടുള്ള ഹിൻഡർലാൻഡുകൾ, ഗോദാവരി കോൾ ഫീൽഡ് ഒക്കെ തന്നെ ഇതിന് ഹെൽപ്ഫുൾ ആണ്. അവിടെ നമുക്ക് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ, സിമെന്റ്, ഫെർട്ടിലൈസേഴ്സ്, അലുമിനിയം ഇൻഡസ്ട്രി തുടങ്ങിയവ കാണാൻ പറ്റും.
അടുത്ത് നോക്കുകയാണെങ്കിൽ ഗൂർഗാവോൺ ഡൽഹി മീററ്റ് ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്, ഈ പ്രദേശത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലാർജ് മാർക്കറ്റ് അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ബാഗ്ര നങ്കൽ പവർ പ്രോജക്റ്റിന്റെ പ്രസൻസും മധുര റിഫൈനറി IT ഗ്രോത്ത് ഒക്കെ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണ്. ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, പെട്രോ കെമിക്കൽസ്, ടെക്സ്റ്റൈൽ, സോഫ്റ്റ്വെയർ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹി, ഗുർഗാവോൺ, നോയിഡ, ഫരീദാബാദ്, ഗാസിയാബാദ് ഇതൊക്കെ തന്നെ ഈ ഡൽഹി ഗുർഗാവോൺ മേഖലയിൽ വരുന്ന പ്രദേശങ്ങളാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള കൊല്ലം ട്രിവാൻഡ്രം ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. സദൺ കേരളയിൽ കാണപ്പെടുന്ന ഒരു ബെൽറ്റ് റീജിയൻ ആണിത്. ഇവിടെ നമുക്ക് പ്ലാന്റേഷൻ അഗ്രികൾച്ചറിന്റെ പ്രസൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഹൈഡ്രോ പ്രോജക്ട്സ്, കൊച്ചിൻ റിഫൈനറി, പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ റബ്ബർ, കയർ, ഫെർട്ടിലൈസേഴ്സ്, പെട്രോ കെമിക്കൽസ്, ഷിപ്പ് ബിൽഡിംഗ്, ടൂറിസം തുടങ്ങിയവയാണ്. പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, കൊച്ചിൻ, എറണാകുളം റീജിയൻസ് ആണ്. ഇനി ഇന്ത്യയിലെ മേജർ ഇൻഡസ്ട്രീസ് എവിടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് നോക്കി പോവുക. നമ്മൾ പറഞ്ഞ പ്രദേശങ്ങൾ തന്നെയാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൈനർ ഇൻഡസ്ട്രീസിന്റെ റീജിയൻസ് ആണ്. മൈനർ ഇൻഡസ്ട്രീസും ഇന്ത്യയിൽ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ആദ്യത്തെ നോക്കുകയാണെങ്കിൽ അംബല, അമൃത്സർ, അത് ഹരിയാന, പഞ്ചാബ് എന്നീ 2 സംസ്ഥാനങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന പറയുന്നത് സഹറാംപൂർ, മുസാഫർനഗർ, ബിജ്നൂർ ആണ്, അത് UP യിലാണ് ഉള്ളത്. ഇനി ഇൻഡോർ, ദേവാസ്, ഉജ്ജയിൻ ആണെങ്കിൽ മധ്യപ്രദേശ് റീജിയൻ ആണ്. ജയ്പൂർ, അജ്മീർ എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ളതാണ്. കോലാപൂർ, സൗത്ത് കന്നഡ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും പ്രദേശങ്ങൾ ചേർത്ത് പറയുന്നതാണ്. പിന്നെ മിഡിൽ മലബാർ, ഈ കൊച്ചിൻ കാലിക്കറ്റ് ഫറോക്ക് റീജിയനിലൊക്കെ വരുന്നതാണ് കേരളത്തിലെ. പിന്നെ നോർത്തേൺ മലബാർ ഉണ്ട്, അത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ ആദിലാബാദ്, നിസാമാബാദ് ഇത് ആന്ധ്രാപ്രദേശിലുള്ളതാണ്. അലഹാബാദ്, വാരണാസി, മിർസാപൂർ ഉത്തർപ്രദേശിലുള്ളതാണ്. ഭോജ്പൂർ ആൻഡ് മുംഗേർ ബീഹാറിലെയാണ്. ദുർഗ്, റായ്പൂർ ഛത്തീസ്ഗഡിലെ. അതോടൊപ്പം ബിലാസ്പൂർ, കോർബ ഇതും ഛത്തീസ്ഗഡിലെയാണ്. പിന്നെ ബ്രഹ്മപുത്ര വാലി ആസാമിലെ. ഇതൊക്കെ മൈനർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന റീജിയൻസ് ആണ്. ഇനി ഇന്ത്യയിൽ കുറെ ടൗൺ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രി മേജർ ആയിട്ടുള്ള ഏതാണെന്നും കൂടെ നോക്കണം. ആഗ്രയിലാണെങ്കിൽ ലെതറിന് ഫേമസ് ആണ്. പിന്നെ കാർപ്പറ്റ്സ്, സ്റ്റോൺ വർക്ക്, മാർബിളിനൊക്കെ ഫേമസ് ആണ് ആഗ്ര. അഹമ്മദാബാദ് ആണെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് അവിടെ കൂടുതലായിട്ടുണ്ട്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സിറ്റിയാണ് അഹമ്മദാബാദ്. കോട്ടൺ മില്ലുകൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അലിഗഡ് നോക്കുകയാണെങ്കിൽ ലോക്സ്, പൂട്ടുകൾക്കും അതുപോലെ ഡയറി പ്രോഡക്ട്സിനും ഫേമസ് ആണ്. അമ്പല നോക്കുകയാണെങ്കിൽ സയന്റിഫിക് ഗുഡ്സ്, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് അമ്പല. അടുത്ത അമൃത്സർ, അവിടെ ക്ലോത്ത് പ്രിന്റിങ്, പിന്നെ വൂളൻ ഗുഡ്സ്, ഷോൾസിനൊക്കെ ഫേമസ് ആണ്. ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ വാച്ചസ്, ടെലിഫോൺസ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിക്കൊക്കെ ഫേമസ് ആണ്. ചെന്നൈ നോക്കുകയാണെങ്കിൽ ഇൻഡഗൽ കോച്ച് ഫാക്ടറി, ലെതർ, കോട്ടൺ. ഈ കോച്ച് ഫാക്ടറി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ട്രെയിനുകളുടെ ബോഗികൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിന്റെ വരെ ബോഗികൾ ഉണ്ടാക്കി കൊടുത്തത് ഈ കോച്ച് ഫാക്ടറി എന്നാണ്. അതേപോലെ തന്നെ ചിത്തരഞ്ജനും, അതും ലോക്കോമോട്ടീവ്സിന്റെ, ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സിന്റെ ഈ എഞ്ചിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ചിത്തരഞ്ജൻ എന്ന് പറയുന്ന പ്ലേസിലാണ്. പിന്നെ ചേർക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സിമെന്റ് ഫേമസ് ആണ്. പിന്നെ കൊച്ചിയിലാണെങ്കിൽ കോഫി, കോക്കനട്ട് ഓയിൽ, ഷിപ്പ് ബിൽഡിങ്ങിനൊക്കെ ഫേമസ് ആണ്. ഡൽഹിയിൽ ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുണ്ട്. ഡാർജിലിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടീയും ഓറഞ്ചൊക്കെയാണ്. ഫിറോസാബാദ് ആണെങ്കിൽ ഗ്ലാസ് ബാങ്ക്സ്, ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ കുപ്പിവളകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് ഫിറോസാബാദ്. ഹരിദ്വാർ നോക്കുകയാണെങ്കിൽ ഹെവി ഇലക്ട്രിക്കൽസ്. നെക്സ്റ്റ് ജയ്പൂർ നോക്കുകയാണെങ്കിൽ ഐവറി വർക്ക്, ബ്രാസ് വർക്ക്, ഈ ആനക്കൊമ്പിലൊക്കെയുള്ള കലകൾ അങ്ങനെ. കൊൽക്കത്തയിലാണെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ, ജൂട്ട്, പേപ്പർ. കാൺപൂരിലെ എംബ്രോയിഡറി, ഗോൾഡ്, സിൽവർ, കരളി ചിക്കൻ കറി എംബ്രോയിഡറി ഒക്കെ കാൺപൂർ, ലക്നൗ ഭാഗങ്ങളിൽ ഫേമസ് ആണ്. പിന്നെ ലക്നൗവിലെ ഹൊസേരി മെറ്റീരിയൽ, സൈക്കിളിന്റെ പ്രൊഡക്ഷൻ. ലുധിയാനയിലെ കാർപ്പറ്റ്, പോട്ടറി. മിർജാപൂരിലെ ബ്രാസ് വെയർ, കട്ട്ലറി. അതോടൊപ്പം മൊറാദാബാദിലുള്ള പേപ്പർ മിൽസ്. റെനുക്യൂട്ടിലുള്ള ഹിന്ദുസ്ഥാൻ അലൂമിനിയം വർക്ക്സ്. സഹറാംപൂരിലുള്ള HMT ഫാക്ടറി, പിന്നെ വുഡ് വർക്ക്സ്. അതേപോലെ ബറേലിയിലുള്ള റബ്ബർ ഫാക്ടറി, വുഡ് വർക്ക്. പിന്നെ ബാഗൽപൂരിലുള്ള സിൽക്കിന്റെ പ്രൊഡക്ഷൻ. ജലന്ധറിലുള്ള സ്പോർട്സ് ഗുഡ്സ്, സർജിക്കൽ ഗുഡ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സ്പോർട്സ് ഗുഡ്സിന് ഫേമസ് ആയിട്ടുള്ള പ്രദേശമാണ് ജലന്ധർ. ഇങ്ങനെ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ശ്രീനഗറിലുള്ള കോട്ടൺ ടെക്സ്റ്റൈൽസ്. അതോടൊപ്പം സൂററ്റിലുള്ള അറ്റോമിക് പവർ പ്ലാന്റ്. താരാപൂരിലുള്ള പേപ്പർ ആൻഡ് ജൂട്ട് മിൽസ്. ചിത്താഗഡിലുള്ള ഓയിൽ റിഫൈനറീസ്. അതോടൊപ്പം അറ്റോമിക് റിയാക്ടേഴ്സ്. പിന്നെ ട്രോംബയിൽ കാണപ്പെടുന്ന ഡീസൽ ലോക്കോമോട്ടീവ്സ്. അതോടൊപ്പം ബ്രാസ് വെയേഴ്സ്. വാരണസിയിലുള്ള ഷിപ്പ് ബിൽഡിങ്സ്. വിശാഖപട്ടണത്തിലുള്ള ഹൊസേരി പ്രൊഡക്ഷൻ. അതോടൊപ്പം സൈക്കിളിന്റെ മെറ്റീരിയൽസ്. ജാംഷഡ്പൂരിലെ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്. ഇതൊക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ള ടൗണും അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആണ്. ഇത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ റീജിയൻസിന് കൊടുത്തിരിക്കുകയാണ്. ഈ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ മാപ്പാണിത്. ഇന്ത്യയിലെ മേജർ ഇൻഡസ്ട്രീസും അതുപോലെ അവ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാനുള്ളതെന്നൊക്കെ നോക്കാം. ആദ്യത്തേത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്.
ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, വെസ്റ്റ് ബംഗാൾ എന്നീ മേഖലകളിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അയൺ ഓറിനുള്ള പ്രോക്സിമിറ്റി, പിന്നെ കോളിന് അടുത്തുള്ള സാമീപ്യം, പിന്നെ ട്രാൻസ്പോർട്ടിംഗ് നെറ്റ്വർക്ക്, മാർക്കറ്റ് ആക്സസ്, പോർട്ട് ഫെസിലിറ്റീസ്, ഇതൊക്കെ തന്നെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടാവാനുള്ള കീ ഫാക്ടേഴ്സ് ആണ്. ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ കോക്കിംഗ് കോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, 85% ഇമ്പോർട്ട് ചെയ്യണം, ഇതൊരു മെയിൻ ചാലഞ്ച് ആണ്. പിന്നെ ലോജിസ്റ്റിക് കോസ്റ്റ് കൂടുതലാണ്, അതോടൊപ്പം തന്നെ ഗ്ലോബൽ കോമ്പറ്റീഷൻ, നമുക്ക് ചൈനയുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്, ടെക് ലാഗ് വരുന്നതൊക്കെ ചാലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നാഷണൽ സ്റ്റീൽ പോളിസി 2017 വന്നത്, PLI ഫോർ സ്പെഷ്യാലിറ്റി സ്റ്റീല്, പിന്നെ സ്റ്റീൽ സ്ക്രാപ്പ് റീസൈക്ലിംഗ് പോളിസി, ഇതൊക്കെ തന്നെ ഈ മേഖലയിലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് IT ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ബാംഗ്ലൂർ റീജിയനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, NCR, റൈസിംഗ് ഇൻ കോയമ്പത്തൂർ, ഇൻഡോർ, ഭുവനേശ്വറിലൊക്കെ IT ഫീൽഡ് ഉണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സും അർബൻ അഗ്ലോമറേഷനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റ് ഇൻസെന്റീവ്സ് ഒക്കെ തന്നെ ഈ മേഖലയെ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള റീസൺസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ചാലഞ്ചസ് എന്ന് പറയുന്നത് അർബൻ കൺജഷൻ, അതോടൊപ്പം ഡിജിറ്റൽ ഡിവൈഡ്, എല്ലാ മേഖലകളിലേക്ക് ഈ ഡിജിറ്റൽ ഫെസിലിറ്റീസ് എത്താത്തത്, ക്ലൈമാറ്റിക് ആയിട്ടുള്ള കുറച്ച് റിസ്കുകൾ, പിന്നെ ടാലന്റ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. SVPS സ്കീം, ഡിജിറ്റൽ ഇന്ത്യ സ്കീം, പിന്നെ SCZ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, ടയർ 2/3 പ്രൊമോഷൻ പോളിസീസ് ഒക്കെ തന്നെ ഈ മേഖലയിൽ മുൻതൂക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്. ഇവ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ മാപ്പാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന്റെയാണ്. പ്രദേശങ്ങൾ നോക്കി പോയാൽ മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒഡീഷയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ IT കമ്പനികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ IT കമ്പനീസ് ഉള്ളത് കർണാടകയിൽ, നമുക്കറിയാലേ, ബാംഗ്ലൂരു റീജിയൻ, പിന്നെ മഹാരാഷ്ട്രയിലും. നെക്സ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷനെ ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, പിന്നെ മഹാരാഷ്ട്ര, കർണാടക റീജിയൻസ് വരുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിന്റെ മാപ്പാണ് റൈറ്റ് സൈഡ് കാണുന്നത്. ഇന്ത്യയിൽ മൊത്തം 271 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഉത്തർപ്രദേശ്, കർണാടക ഈ റീജിയൻസിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉള്ളത്. തമിഴ്നാടൊക്കെയാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ മാപ്പാണിത്. അത്യാവശ്യം റീജിയൻസൊക്കെ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡിന്റെ യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റിൽ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് ലാൻഡ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇന്ത്യയുടെ മൊത്തം റീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 11.8 ആണ് നമ്മുടെ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത്. ഓരോ റീജിയൻ ഉണ്ട്. കേരളത്തിന്റെ 15.7% മൊത്തം ജോഗ്രഫിക്കൽ റീജിയന്റെ 15.7%. ഇന്ത്യയിലെ കോഫി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ട് ഞാൻ പറഞ്ഞത് സദേൺ വേർഡ്സ് ആണ് ഉള്ളത്. കേരള, തമിഴ്നാട്, കർണാടക, കുറച്ച് തെലങ്കാന, ആന്ധ്രയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം ടീ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അത് 13.90 ലക്ഷം ടൺ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസാമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളും തമിഴ്നാട്, കേരളത്തിലൊക്കെ ഉള്ളത്. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന്റെ മാപ്പാണ്. മാർക്ക് ചെയ്തിട്ടുള്ള റീജിയൻസ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് വന്ന് പറഞ്ഞത് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഫെർട്ടിലൈസിങ് പ്ലാന്റ്സ് എവിടേക്കാണുള്ളതെന്നാണ്. അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നോക്കുക. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ മാപ്പാണ്. ഏതൊക്കെ പ്രദേശങ്ങളുള്ളത് നോക്കുക. കേരളത്തിൽ പുണ്ടൂര് കാണപ്പെടുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നൊക്കെ പറയുന്ന റീജിയൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇത് ജൂട്ട് ടെക്സ്റ്റൈൽസിന്റെ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ, പിന്നെ ആന്ധ്രയിലും. ഇനി ഇന്ത്യയിൽ പുതിയതായിട്ട് ആവിർഭാവം കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ റീജിയൻസ് ക്ലസ്റ്റേഴ്സ് എവിടേക്കാണെന്ന് നോക്കാം. ഒന്ന് തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരാണ്. അവിടെ ടെക്സ്റ്റൈൽ മെഷീനറി, അതോടൊപ്പം ഓട്ടോ കമ്പോണൻസും IT ഫീൽഡിലാണ് പുതുതായിട്ട് എമർജ് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിൽ ഇൻഡോർ ആണ്. അവിടെ ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ് ആൻഡ് IT ഫീൽഡാണ് ഉള്ളത്. ഇനി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണെങ്കിൽ ഫാർമ, ഡിഫൻസ് മാനുഫാക്ചറിങ്, അതോടൊപ്പം IT ഇൻഡസ്ട്രീസ് കാണപ്പെടുന്നുണ്ട്. ചണ്ഡീഗഡ്, മൊഹാലി, പഞ്ച്കുള നോക്കുകയാണെങ്കിൽ IT ഇൻഡസ്ട്രി, ബയോടെക്നോളജി, എഡ്യൂക്കേഷൻ ഈ മേഖലകളിലൊക്കെയാണ് എമർജിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ അതിന്റെ സൂചിക ഇന്ത്യ തയ്യാറാക്കുന്നുണ്ട്. സോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ IIP എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ചേഞ്ചസ്, ഈ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ചെറിയ ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇതിന് മെയിൻ ആയിട്ട് 3 സെക്ടേഴ്സ് ആണ് ഉള്ളത്: മാനുഫാക്ചറിങ് സെക്ടർ, മൈനിങ് സെക്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. സോ ഈ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാനുഫാക്ചറിങ് ഫീൽഡിനായിരിക്കും. എല്ലാ മാസവും
MOSBI എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഈ IIP പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം ബേസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ എത്ര പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ IIP എന്ന് പറയുന്നത്. ഈ IIP എന്ന് പറയുന്ന ഇൻഡെക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പെർഫോമൻസ് അതോടൊപ്പം തന്നെ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഏർലി ഇൻഡിക്കേറ്റർ ആയിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. പോളിസി മേക്കേഴ്സും എക്കണോമിസ്റ്റുകളും ഒക്കെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനായിട്ടും മറ്റും ഈ ഇൻഡെക്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 2025 ഡാറ്റ വെച്ച് ഈ IIP ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലുള്ള IIP ട്രെൻഡ് നോക്കാം. സോ ഈ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. ഓവറോൾ IIP ഗ്രോത്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2025 4% ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 3 മാസങ്ങളേക്കാൾ ഏറ്റവും താഴ്ന്ന രീതിയിൽ ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് കുറവാണ് കാണാൻ പറ്റും. മൈനിങ് സെക്ടറിലായിക്കോട്ടെ, കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസിലായിക്കോട്ടെ, എല്ലാത്തിലും കുറവാണുള്ളത്. ആകെ ഇവിടെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് മാനുഫാക്ചറിങ് സെക്ടറിൽ മാത്രമാണ്. ഓഗസ്റ്റിൽ 3.8% ആയിട്ടുള്ളത്. സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 8% ഉയർന്നിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഒരു സ്ട്രോങ് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് പോർഷൻസ് ഒന്ന് സ്കിപ്ഡ് ആയിട്ടുണ്ടെന്ന് നോക്കണേ. അത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് ആണ്. ഈ വ്യാവസായിക ഇടനാഴികളായിരുന്നു അത്. ഈ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ എയിം ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒക്കെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടനാഴികളെയാണ് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് എന്ന് പറയുക. അവർ ഈ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകളൊക്കെ തന്നെ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രൈറ്റ് കോറിഡോർ, ഹൈവേസ്, പോർട്ട്, എയർപോർട്ട് ഇവയെല്ലാം തന്നെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സോണായിട്ടോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കോറിഡോഴ്സിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അമൃത്സർ കൊൽക്കത്ത കോറിഡോർ, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവയൊക്കെ തന്നെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ വന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇന്ത്യയിൽ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജൻസ് ഉണ്ടാവില്ല, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളെ നല്ല ഗ്രോത്ത് സെന്റേഴ്സും ആയിട്ട് ഇന്റർലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാനാണ് ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു വ്യാവസായിക ഇടനാഴി ഉണ്ടാകുന്നത് വഴി അത് FDI അട്രാക്ട് ചെയ്യും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അട്രാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ടെക്നോളജി ട്രാൻസ്ഫറും ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിനെയൊക്കെ തന്നെ ഇത് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതുവഴി എംപ്ലോയ്മെന്റ് ജനറേഷന് സാധ്യതയുണ്ട്. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ അതോടൊപ്പം തന്നെ GDPയിലുള്ള വളർച്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സിനാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ആദ്യത്തേത് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 1400 കിലോമീറ്റർ ആണ്. അത് ഈ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൽ വരുന്ന ഭാഗമാണ്. സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ കീ നോഡ് എന്ന് പറയുന്നത് ധോലേരയാണ്, ഗുജറാത്തിലെ. ഇവിടെ കിട്ടിയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുള്ള 4.5 ബില്യൺ സപ്പോർട്ടാണ്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ലോജിസ്റ്റിക്സ് ഹബ്സ് ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഡൽഹി മുംബൈ കോറിഡോറിന്റെ എയിം എന്ന് പറയുന്നത്. ഇമ്പാക്ട് എന്ന് പറയുന്നത് മാസീവ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പോർട്ടിനെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ചെന്നൈ ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ്. CBIC എന്ന് പറയും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റ്സിനാണ് ഇവ കണക്ട് ചെയ്യുന്നത്. ഇറ്റ് ബൂട്ട് ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഈ 3 ഇൻഡസ്ട്രീസിനെയാണ് പ്രധാനമായിട്ട് ഇത് ബൂസ്റ്റ് ചെയ്തിട്ടുള്ളത്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണപട്ടണം എന്ന് പറയുന്ന പോർട്ടുമായിട്ട് ഈ CBIC ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് എൻഹാൻസസ് സദേൺ ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അതായത് പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയുടെ വ്യാവസായിക വളർച്ചയാണ് ഈ CBIC എന്ന് പറയുന്ന കോറിഡോർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ, AKIC. ഇത് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രൈറ്റ് കോറിഡോറിൽ വരുന്ന റീജിയൻ ആണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രോ പ്രോസസ്സിംഗ്, ടെക്സ്റ്റൈൽസ്, അതോടൊപ്പം ലൈറ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയവയാണ്.
ഡെവലപ്പ് ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അത് പ്രാദേശികമായിട്ടുള്ള ഡിസ്പാരിറ്റീസിനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഈ കോറിഡോർ വഴി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വന്ന് പറയുന്നത് ബാംഗ്ലൂരു മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്, BMIC. കർണാടകയും മഹാരാഷ്ട്രയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോറാണിത്. എഞ്ചിനീയറിംഗ്, ഓട്ടോ കമ്പണൻസ്, IT ഇൻഡസ്ട്രീസ് ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എയിം ആയിട്ട് വരുന്നത്. ഇത് വെസ്റ്റേൺ ആൻഡ് സദേൺ ഇൻഡസ്ട്രിയൽ ബെൽറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോറിഡോറാണ്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ്. നമുക്കിനി കണ്ടിന്യൂഷനിലേക്ക് പോവാം. നമ്മൾ IIP ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞു. അത് സ്ലോ ഡൗൺ ചെയ്യാനുള്ള കാരണങ്ങൾ, അതിന്റെ അനലൈസിസ് ഫ്രെയിംവർക്ക് ആണ് ഇത് 2025 കണക്കുകൾ വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോ ഡയമെൻഷൻസിലും എന്തുകൊണ്ട് സ്ലോ ഡൗൺ വന്നു എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ. എക്കണോമിക് ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ആ റീജിയൻ ഇങ്ങനെ താഴ്ന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ ഡിമാൻഡ് ആണ്. അതോടൊപ്പം തന്നെ ബേസ് എഫക്റ്റിൽ വന്നിട്ടുള്ള ഡിസ്ട്രക്ഷൻസും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ GDPയുടെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിന് ഇത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാക്സ്, അതോടൊപ്പം GST റവന്യൂ ഒക്കെ തന്നെ കുറയാൻ കാരണമായിട്ടുണ്ട്. ഈ മേഖലയിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ GST റേറ്റ് കട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റിമുലസ് മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ പ്രൊമോട്ട് എക്സ്പോർട്ടിങ് പ്രൊമോട്ട് ചെയ്യാനും തീരുമാനം എടുത്തു. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറൽ ഡയമെൻഷൻ ആണ്. മൈനിങ് കൺട്രാക്ഷൻ ഉണ്ടായി. അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് വോളറ്റൈലിറ്റിയും സപ്ലൈ ചെയിനിൽ വന്ന ഡിസ്ട്രക്ഷൻസും ഇൻപുട്ട് എനർജി കോസ്റ്റ് ഒക്കെ വർദ്ധിച്ചത് ഈ മേഖലയിൽ ഉണ്ടായ വരുമാനക്കുറവിന് കാരണമായിട്ടുണ്ട്. സപ്ലൈ ചെയിനിൽ ഡിസ്ട്രക്ഷൻ വന്നു. ഇതുവഴി കൺസ്ട്രക്ഷൻ അതുപോലെ എനർജി സെക്ടറിലൊക്കെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. PLA സ്കീമുകൾ, പിന്നെ മോഡേണൈസേഷൻ ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഗവൺമെന്റിന് ഈ ഫീൽഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂവ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ്. ഈ മേഖല ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് GST റീഫോംസിൽ വന്നിട്ടുള്ള ഡിലേഡ് ആയിട്ടുള്ള ഇമ്പാക്ട്, അതോടൊപ്പം തന്നെ റെഗുലേറ്ററി ആൻഡ് കംപ്ലൈന്റ് ബേർഡൻ വന്നതൊക്കെ തന്നെയാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇമ്പാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ റിക്കവറി കുറഞ്ഞുപോയി. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റിലെ ഹെസിറ്റേഷൻസ് നേരിടാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോംസ് കൊണ്ടുവരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പോളിസി സ്റ്റെബിലിറ്റി ആൻഡ് മോണിറ്ററിംഗ് ഫെസിലിറ്റീസും അപ്ലൈ ചെയ്ത് തുടങ്ങി. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡയമെൻഷൻ ആണ്. അത് ഈ MSME ഫീൽഡിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആ ഫീൽഡിലുള്ള ക്യാപിറ്റൽ കൺസ്ട്രെയിൻസ് ആണ് ഈ ഫിനാൻഷ്യൽ മേഖലയിൽ പ്രധാനമായിട്ടുള്ള ഒരു തളർച്ച നേരിടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതുവഴി ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കുറയാൻ കാരണമായി. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞു വന്നു. സോ ഇതൊന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തത് എന്താ വെച്ചാൽ MSME ക്രെഡിറ്റ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ TREDS പ്ലാറ്റ്ഫോംസ് കൊണ്ടുവന്നു. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏർപ്പെടുത്തി തുടങ്ങി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ സെക്ടർ ആണ്. ഇവിടെ എന്താ വെച്ചാൽ പ്രൊഡക്ഷന്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോയി. അതുവഴി ജോബ് കുറഞ്ഞു. സോ റിഡ്യൂസ്ഡ് ഹയറിങ്ങിന് ഇത് കാരണമായി. വേജ് പ്രഷർ ഉണ്ടാവാൻ തുടങ്ങി. കൺസപ്ഷനും കുറവായി തുടങ്ങി. പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസപ്ഷനും കുറയുമല്ലോ. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് വെച്ചാൽ സ്കിൽ ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ്, അതോടൊപ്പം തന്നെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്തു. ഫിസിക്കൽ സപ്പോർട്ട് വഴി ഡിമാൻഡ് ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് GST റേറ്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് നോക്കാം. മൾട്ടിപ്പിൾ ഐറ്റംസിലുള്ള GSTയുടെ റേറ്റ്സ് കുറച്ച് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത്. നോൺ ഡ്യൂറബിൾ ആൻഡ് ഡ്യൂറബിൾ കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ നടപടി. സോ ഇതുവരെ ഉണ്ടായ ഇമ്പാക്ട് എന്ന് വെച്ചാൽ കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷനും ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് PLI സ്കീമാണ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകൾ കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ PLI സ്കീം കൊണ്ടുവന്നത്. ഇൻക്രിമെന്റൽ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്വാളിറ്റീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇൻസെന്റീവ്സ് തീരുമാനിക്കാൻ ഈ PLI സ്കീം വഴി സാധിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റിന് അട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ്നെസ്സും മത്സരക്ഷമതയും ഈ PLI സ്കീം വഴി വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ക്രെഡിറ്റ് സപ്പോർട്ട് ഫോർ ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസിനുള്ള ക്രെഡിറ്റ് സപ്പോർട്ട് ആണ്. ഈ MSME ട്രേഡ് അതോടൊപ്പം തന്നെ TREDS റിസീവബിൾ ഡിസ്കൗണ്ടിങ് സിസ്റ്റം വഴിയൊക്കെയാണ് ഇത് നടപ്പിലാക്കിയത്.
സെക്ടർ ലെൻഡിങ്ങിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ ക്രെഡിറ്റ് സപ്പോർട്ട് സിസ്റ്റം വന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇമ്പാക്ട് ഇതുവഴി ഉണ്ടായത് എന്താ വെച്ചാൽ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസ്ട്രെയിൻസ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈ സ്മോൾ മാനുഫാക്ചർ മേഖലയിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും ക്രെഡിറ്റ് സപ്പോർട്ട് വഴി സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇനിഷ്യേറ്റീവ്സ് ആണ്. കുറച്ച് ലേബർ ലോയിൽ റീഫോംസ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ കംപ്ലൈൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലൈസൻസിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് സ്ട്രീം ലൈൻഡ് ആയിട്ട് കൊണ്ടുവരാനും സാധിച്ചു. അങ്ങനെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കിയത് വഴി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ പ്രൊജക്ട് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വേഗത്തിലാവുകയും ബിസിനസ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ലോണം ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാവസായിക വളർച്ചയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫോക്കസ് ഏരിയയും അതിനാവശ്യമായിട്ടുള്ള കാര്യം പിന്നെ എന്താണ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് GST കട്ട് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ മെഷേഴ്സിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള GST കട്ട്സ് സമയാസമയങ്ങളിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുവഴി കൺസപ്ഷനും പ്രൊഡക്ഷനും രണ്ടും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ അവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി MSME ഫീൽഡിലൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാക്കാനും അതുപോലെ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനും ഇത് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡേണൈസ് ഇൻഡസ്ട്രി ആണ്. അതായത് ആധുനികവൽക്കരിക്കപ്പെട്ട വ്യാവസായിക പശ്ചാത്തലം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്ടറൽ കപ്പാസിറ്റി വർദ്ധിക്കുക, അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതോടുകൂടി നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ആഗോളതലത്തിൽ ഒരു മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും. അടുത്തെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. നമുക്ക് ട്രാൻസ്പോർട്ട്, പവർ, അതുപോലെ ലോജിസ്റ്റിക് സിസ്റ്റംസ് ഒക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് കുറയും, അതോടൊപ്പം തന്നെ എഫിഷ്യൻസിയും ഇതുവഴി വർദ്ധിക്കാനുള്ള സാധ്യത. ഇതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് സ്കില്ല് കൊടുക്കുക, വർക്ക് ഫോഴ്സിനെ അപ്സ്കില് ചെയ്തുകൊണ്ട് മോഡേൺ മാനുഫാക്ചറിങ് നീഡ്സ് യൂട്ടിലൈസ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ബെറ്റർ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹയർ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വഴി ഹയർ ഔട്ട്പുട്ടും കിട്ടും. അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പോളിസി സ്റ്റെബിലിറ്റി ആണ്. ഈ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റീഫോംസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിസി സ്റ്റെബിലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുവഴി ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെയും അതോടൊപ്പം ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്തിനെയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടിലുള്ള ഡിപ്പെൻഡൻസി ആദ്യം കുറയ്ക്കണം. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ആശ്രിതത്വം കുറച്ചിട്ട് ഇവിടുത്തെ എക്സ്പോർട്ട് സിസ്റ്റത്തിനെ കുറച്ചുകൂടെ ഇൻസെന്റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ട്രേഡ് ബാലൻസ് ഉണ്ടാകും. ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതൽ കിട്ടുകയും ഒരു ട്രേഡ് ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഇന്ത്യയിലെ പുതിയ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി, ന്യൂ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജിയുടെ കീ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഡബിൾ ഷെയർ ഇൻ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പോർട്സ് ബൈ 2030 ആണ്. 2030 കൂടിയിട്ട് ആഗോളതലത്തിലെ ഷെയർ ഡബിൾ ആക്കുക, അതോടൊപ്പം തന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഷുർ കോമ്പറ്റേറ്റീവ് എക്സ്ചേഞ്ച് ആൻഡ് റേറ്റ്, ലോങ് ടേം ഫിനാൻസിങ്ങിനെ എൻഷുർ ചെയ്യുക, അതുപോലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. അടുത്തെന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ്, സ്കിൽ ഇൻറ്റൻസീവ്, പിന്നെ ഗ്രീൻ ആൻഡ് സ്ട്രാറ്റജിക് സെക്ടേഴ്സ്, ഈ മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഇംപ്രൂവ് ചെയ്യുക. ദെൻ MSME ഫീൽഡ് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം സ്റ്റാർട്ടപ്പുകളെ, നാഷണൽ ചാമ്പ്യൻസിനൊക്കെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആക്സസ് വർദ്ധിപ്പിക്കുക. ഈ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്തിട്ടുള്ള മാർക്കറ്റ് ആക്സസ് നമ്മുടെ വിപണികളെ കുറച്ചുകൂടെ തുറന്നതാക്കി മാറ്റുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നൊവേഷൻ ലെഡ് ആയിട്ടുള്ള ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക. അടുത്തൊരു കീ ആയിട്ടുള്ള എലമെന്റ് ആണ് ഈ ഹൈ പവേർഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇംപ്ലിമെന്റേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യവസായ വൽക്കരണത്തെ സ്ട്രെങ്തൻ ചെയ്യുക, അത് പ്രോത്സാഹിപ്പിച്ചെടുക്കുക. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പോളിസീസ് നോക്കാം. ഇവിടുത്തെ വ്യാവസായിക നയങ്ങൾ നോക്കാം. ഒരു രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാനും അത് റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് ഇതുപോലുള്ള ഒരു പോളിസി നയം നടപ്പിലാക്കുന്നത്. ഇൻഡിപെൻഡന്റിന് ശേഷം ഇന്ത്യയുടെ പ്ലാനിംഗ് എക്കണോമിക് മോഡൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരുന്നത് 1947. ഇങ്ങനത്തെ ഒരു പ്ലാൻഡ് എക്കണോമിക് മോഡൽ വഴിയാണ് ഇന്ത്യയിലെ വ്യാവസായിക നയം ഇവിടെ കൊണ്ടുവരുന്നത്.
സോ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങൾ ഏതൊക്കെയാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വ്യാവസായിക നയങ്ങളും ആക്ടുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. 1948 അത് നിലവിൽ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ മിക്സഡ് എക്കണോമി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ സോഷ്യൽ ജസ്റ്റിസും ബാലൻസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എൻഷുർ ചെയ്യുക എന്നുള്ളത് മേജർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇവരുടെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസിനെ 4 മേജർ കാറ്റഗറി ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്യണം. ആദ്യത്തേന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ് മോണോപ്പൊളി, അതായത് ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഇൻഡസ്ട്രീസ് ലൈക്ക് ആംസ്, അറ്റോമിക് എനർജി, റെയിൽവേ, ഈ ഫീൽഡിലൊക്കെ കേന്ദ്രത്തിന് മാത്രമായിരിക്കും ഇത് റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മോണോപ്പൊളി ഫോർ ന്യൂ യൂണിറ്റ്സ് ആണ്. പുതിയ യൂണിറ്റുകളിലുള്ള ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന കോള്, അയൺ ആൻഡ് സ്റ്റീൽ, എയർക്രാഫ്റ്റ്, ഷിപ്പ് ബിൽഡിംഗ് പോലുള്ള ഇൻഡസ്ട്രീസ്. തേർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് റെഗുലേഷന്റെ കീഴിൽ വരുന്ന സിമെന്റ്, കെമിക്കൽസ്, ഓട്ടോമൊബൈൽസ്, അത്രമാത്രം സ്റ്റേറ്റിനൊരു കടന്നുപിടുത്തം ഇല്ലാത്ത ഇൻഡസ്ട്രി സെക്ടേഴ്സ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ്. അത് പ്രൈവറ്റ് സെക്ടറിനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ള കുറച്ച് വ്യാവസായിക മേഖലകളാണ്. ഇതാണ് 1948 ഇൻഡസ്ട്രിയൽ പോളിസി പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. 1951 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണിത്. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. പുതിയ ഇൻഡസ്ട്രികൾക്ക് ലൈസൻസിങ്ങിനുള്ള അനുവാദം കൊടുക്കുക, അതോടൊപ്പം നിലവിലുള്ള യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ അതിന് പ്രോത്സാഹിപ്പിക്കുക, പിന്നെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുക, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള കൺസൾട്ടേഷൻ, അതോടൊപ്പം തന്നെ സെൻട്രൽ അഡ്വൈസറി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നിർമ്മാണം, അതിന്റെ രൂപീകരണം, ഇതൊക്കെയാണ് ഇൻഡസ്ട്രീസ് ആക്ട് 1951 കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ്. 1956 ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യാവസായിക നയമാണിത്. ഇത് പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഹെവി ഇൻഡസ്ട്രീസ്, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയിലേക്ക് കുറച്ചുകൂടെ ഫോർവേഡ് ആവാനൊക്കെ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യാവസായിക നയമാണ് 1956 ഇത് മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു നയമായിരുന്നു. ഇൻഡസ്ട്രീസിനെ 3 ഷെഡ്യൂൾസ് ആയിട്ട് ഇത് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു, A, B and C. A എന്ന് പറയുന്നത് 17 ഇൻഡസ്ട്രീസ്, അവിടെ സ്റ്റേറ്റ് മോണോപ്പൊളി കാണാൻ സാധിക്കും. ബിയിൽ വരുന്നത് സ്റ്റേറ്റിനും പ്രൈവറ്റിനും അധികാരം ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസ് ആണ്. സി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ഫീൽഡിലേക്ക് ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. സ്മോൾ സ്കെയിൽ ആൻഡ് ബാക്ക്വേർഡ് റീജിയൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഈ 1956 വ്യാവസായിക നയം വഴി സാധിച്ചിരുന്നു. ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി 1977 ആണ്. 77 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നയം കൊണ്ടുവന്നിട്ടുള്ളത്. ടൈനി യൂണിറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഹാൻഡ്ലൂമിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. ബാക്ക്വേർഡ് ഏരിയാസിന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസെന്റീവ്സിനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇൻഡസ്ട്രീസ് ഇവർ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫെറ എന്ന് പറയുന്ന നിയമം, അതിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ഫോറിൻ ഫേംസ് അണ്ടർ ഫെറ കൊണ്ടുവന്നത് ഈ ഇൻഡസ്ട്രിയൽ പോളിസി 1977 ആയിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണിത്. അടുത്ത നയം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി 1980 വന്ന നയമാണ്. പബ്ലിക് സെക്ടറിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും മോഡേണൈസേഷൻ ആൻഡ് കോമ്പറ്റീഷൻ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർ പ്രൈവറ്റ് സെക്ടറിനെ കൂടുതൽ റീവൈറ്റലൈസ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യത്ത് കൂടുതൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ പ്രൊമോട്ട് ചെയ്യാനും അതുവഴി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും അതോടൊപ്പം ഒരു ലിബറലൈസേഷൻ ഫേസിലേക്ക് മാർക്കറ്റിനെ കൊണ്ട് എത്തിക്കാനും ഈ ഒരു കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1980-90 എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ടൈമാണ്. അവിടേക്കൊക്കെ എത്തിച്ചത് ഈ ഇൻഡസ്ട്രിയൽ പോളിസിയാണ് 80. അടുത്ത പോളിസി എന്ന് പറയുന്നത് നമ്മുടെ NEP തന്നെയാണ്. ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി എന്നറിയപ്പെടുന്നത് 1991 വന്നതാണ്. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം, LPG അല്ലേ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്നുള്ളതാണ്. ഇതിന്റെ കീ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു. സത്യത്തിൽ കുറച്ച് മേജർ ആയിട്ടുള്ള സെക്ടേഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലയിലുള്ള ലൈസൻസിങ്ങും എടുത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ FD ലിമിറ്റ് എന്ന് പറയുന്നത് 51% ഉയർത്തി. അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പിന് സാധ്യത കൊടുത്തുകൊണ്ട് ഓണർഷിപ്പിന്റെ 51% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുകയാണ്. പബ്ലിക് സെക്ടറിലേക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ തുറന്നു കൊടുത്തു. അതോടൊപ്പം MRTP ആക്ടിനെ അബോളിഷ് ചെയ്തു. മോണിറ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ആണിത്. ഇതിനെ എടുത്തു കളയുകയാണ് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി ചെയ്തത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ 2011 വന്നിട്ടുള്ള നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയാണ്. നിലവിൽ അതിന് റെലവൻസ് ഉണ്ട്. ഇതുവഴി GDPയിലുള്ള ഷെയർ, മാനുഫാക്ചറിംഗ് ഫീൽഡിൽ GDPയിലുള്ള ഷെയർ ഇൻക്രീസ് ചെയ്യാനും ജോബ് ക്രിയേറ്റ് ചെയ്യാനുമാണ് ഇവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നത്.
ഈ മാനുഫാക്ചറിങ് ഫീൽഡിലുള്ള GDPയുടെ ഷെയർ 25% ടാർഗറ്റിൽ ഫിക്സ് ചെയ്തുകൊണ്ടാണ് നാഷണൽ മാനുഫാക്ചറിങ് പോളിസിയുടെ കീ ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ NIMZ അതായത് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് സോൺസിന്റെ ഡെവലപ്മെന്റിലും ഇത് കാരണമായിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ പോളിസി. 2018 വന്നിട്ടുള്ള വ്യാവസായിക നയമാണിത്. മേക്ക് ഇന്ത്യ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്, അതായത് ഇന്ത്യ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മേക്ക് ഇൻ ഇന്ത്യ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ 2018 പോളിസി നിലവിൽ വരുന്നത്. ഇവിടുത്തെ FDI എന്ന് പറയുന്നത് ആനുവലി $100 ബില്യൺ ആയിട്ട് വരും. MSMEസിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു. അതോടൊപ്പം ഇന്നോവേഷൻസിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഫിസിക്കൽ റീഫോംസിലും സ്കിൽ ഡെവലപ്മെന്റിലൊക്കെ തന്നെ ഇവർ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ്. PLI എന്ന് പറയും. 2020 നടപ്പാക്കിയത്. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ പദ്ധതികൾ വന്നത്. പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻസെന്റീവ്സ് ആണ് ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ടെലികോം, ടെക്സ്റ്റൈൽസ്, സോളാർ മൊഡ്യൂൾസ് ഈ മേഖലകളിലൊക്കെ ആയിട്ട് കവർ ചെയ്തിട്ടായിരുന്നു ഈ PLI സ്കീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തെന്ന് പറയുന്നത് 2020 തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ആത്മനിർഭർ ഭാരത് അഭിയാനാണ്. സെൽഫ് റിലയന്റ് ഇന്ത്യ മിഷൻ. അതായത് ഇന്ത്യയുടെ ആശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ ഇമ്പോർട്ടിനായിട്ടുള്ള ഡിപ്പെൻഡൻസി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആത്മനിർഭർ ഭാരതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം ആയിട്ട് വരുന്നത്. ഇവർ MSMEനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. FDIയിൽ വീണ്ടും ലിബറലൈസേഷൻ, ഡിഫൻസ് ഫീൽഡിൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സപ്ലൈ ചെയിനും ഇവർ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തെന്ന് പറയുന്നത് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ആണ് 2020 നടപ്പിലാക്കിയത്. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ട്രാൻസ്പോർട്ട്, എനർജി, ലോജിസ്റ്റിക് ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ലാർജ് സ്കെയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഗോളാണ്. അടുത്തെന്ന് പറഞ്ഞ് PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ആണ്. 2021 കൊണ്ടുവന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചറിനെയും ലോജിസ്റ്റിക്കൽ പ്ലാനിങ്ങിനും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് പ്ലാനിങ്ങിന് വേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് മാറുക. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരിക, ഈ വ്യവസായങ്ങൾക്കായിട്ടുള്ള ചെലവ് കുറയ്ക്കുക എന്നൊക്കെ തന്നെ ഈ ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന്റെ എയിം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ GDPയുടെയും അതുപോലെ എംപ്ലോയ്മെന്റ് റേറ്റിലും എക്സ്പോർട്ടിലും ഒക്കെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ തരുന്ന ഇന്ത്യൻ എക്കണോമിയുടെ തന്നെ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രീസിനെ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ വലിയ ചേഞ്ചസ് ഈ മാനുഫാക്ചറിങ് ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ മേഖലകൾ വരുന്നത് 1991 ശേഷമാണ്. നമ്മളിവിടെ ന്യൂ എക്കണോമിക് പോളിസി അപ്ലൈ ചെയ്തതിന് ശേഷമാണ്. ഒരുപാട് ലിബറലൈസേഷൻ, ലൈസൻസിങ് മേഖലയിലൊക്കെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ 1991 ശേഷമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അർബണൈസേഷൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനൊക്കെ തന്നെ ആക്സലറേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു മേഖലയാണ് ഈ വ്യാവസായിക മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ കോറിഡോർ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, അതുപോലെ MSME സപ്പോർട്ട് ചെയ്യാനുള്ള സ്കീമുകൾ, ഇതൊക്കെ തന്നെ ഈ മേഖലകളിൽ വളർച്ച കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വഴി നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.